ഹലോ ഗൈസ്, പുതിയൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഏറ്റവും ട്രേഡിങ്ങിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. സോ വെൽക്കം ടു ട്രേഡിംഗ് സീരീസ്. 14ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അതല്ല എന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണണം. കാരണം ഇതിനെ മുന്നേ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കാണുക. സോ എന്നാൽ മാത്രമാണ് ഈ ഒരു കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതല്ല ഈ ഒരു വീഡിയോ മാത്രമാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സോ നമുക്ക് ഇന്നത്തെ ഒരു കണ്ടിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനലിനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ 13 വീഡിയോസുകളിലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. എങ്ങനെയാണ് ഒരു ട്രേഡ് പ്ലേസ് ചെയ്യേണ്ടത്, എങ്ങനെ ഒരു ബ്രോക്കറെ ചൂസ് ചെയ്യണം, ഈ ഒരു ബ്രോക്കർ കീഴിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ MT5 എങ്ങനെ ട്രേഡ് എടുക്കാം, അതുപോലെ തന്നെ ഓർഡർ ബ്രോക്കറെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വളരെ ജെന്യൂൻ ആയിട്ടുള്ള കോപ്പി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഒക്കെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസുകളും അവൈലബിൾ ആണ്. സോ നമുക്ക് ഇന്നത്തെ കണ്ടന്റിലോട്ട് പോകാം. ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്നുള്ളത് സോണുകളാണ്. അതായത് ഈ സോണുകൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ട്രേഡിങ്ങിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്നത്. ഒട്ടുമിക്ക എൻട്രി സ്ട്രാറ്റജികളും സോണുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ട്രേഡിങ് എടുക്കുന്നത്. സോ വാട്ട് ഈസ് ദ സോൺ, അതായത് എന്താണ് സോൺ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിനെയാണ് സോൺ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രൈസ് ഏരിയയാണ് നമ്മൾ സോൺ ആയിട്ട് കണക്ക് കൂട്ടുന്നത്. ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? സോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് സോൺ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിൽ ഒരു പ്രൈസ് ഏരിയയാണ് സോൺ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഈ ഒരു സോണുകളെ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഈ ഒരു സോൺ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കാം എന്നതിനൊക്കെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ മുഴുവനായി തന്നെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സ്കില്ല് മാത്രം അത് നിങ്ങൾക്ക് ട്രേഡിങ്ങിലോട്ട് എൻട്രി ചെയ്യാം. മാർക്കറ്റിലെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും സോണുകളെ കാണാൻ പറ്റും. ഇതൊരു ബുള്ളിഷ് മാർക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇതിലെ സോണുകളെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതായത് ഈ ഒരു സോൺ, ഇതൊരു സോണായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു സോണായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതൊരു സോണായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതൊരു സോണായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു സോണായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ എന്തുകൊണ്ടാണ് ഇതൊരു സോണായിട്ട് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രൈസ് ഏരിയയാണ് ഒരു സോണായിട്ട് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു സോണിൻ്റെ പ്രത്യേകത അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയുടെ പ്രത്യേകത എന്നല്ലോ മാർക്കറ്റ് എപ്പോഴും എന്തായിട്ടുണ്ടാവും, അവിടെ നിന്ന് ഒരു റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇതൊരു അപ് ട്രെൻഡ് ആണ് എന്നുള്ളത് നമുക്കറിയാം. സോ അവിടെ നിന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് എന്തോ റിജക്ഷൻ സംഭവിച്ചു, അതൊരു ഡൗൺ ട്രെൻഡായിട്ട് മാറി. സോ വീണ്ടും എന്ത് ചെയ്തു, ഇവിടെ നിന്നും ഒരു അപ് ട്രെൻഡ് തന്നെ തന്നു. ഇതാണ് ആ ഒരു റിജക്ഷൻ സംഭവിച്ച ഏരിയ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒരു സോൺ ആയിട്ട് വിളിക്കുന്നത്. സോ നമുക്കൊരു അപ് ട്രെൻഡ് തന്നു, വീണ്ടും എന്ത് ചെയ്തു, ഈ ഒരു അപ് ട്രെൻഡിൽ ഒരു സോൺ ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയിൽ നിന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് വീണ്ടും റിജക്ഷൻ സംഭവിച്ചു. അതായത് ഈ ഒരു സോൺ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എപ്പോഴും എന്ത് സംഭവിക്കും, റിജക്ഷൻ സംഭവിക്കും. ഇനി നിങ്ങൾക്കൊരു ഡൗൺ ട്രെൻഡ് ആണ് എന്നുണ്ടെങ്കിലും സെയിം സിനാരിയോ തന്നെയാണ് വരുന്നത്. ഇതൊരു സോണായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഇതൊരു സോണായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു സോണായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെ സോണുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും. മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം ഇങ്ങനെയുള്ള സോണുകളെ നമുക്ക് കിട്ടത്തില്ല, അപ്പോൾ ട്രേഡ് ചെയ്യാൻ സിമ്പിൾ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു മനസ്സിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സോണുകളെ മാത്രം നോക്കിയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ട്രേഡുകൾ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സോണിൽ നിന്ന് എങ്ങനെയാണ് ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. SMC ബേസ്ഡ് കൺസെപ്റ്റിൽ 5 തരം സോണുകളാണുള്ളത്. ഒന്ന് സപ്ലൈ സോൺ, അതുപോലെ ഡിമാൻഡ് സോൺ, ഒന്ന് ബൈ ടു സെൽ സോൺ, 4 സെൽ ടു ബൈ സോൺ, 5 ഓർഡർ ബ്ലോക്ക് സോൺ. ഈ ഒരു സോണുകളെ നോക്കിയിട്ടാണ് ഓരോ ആളുകളും ട്രേഡ് എടുക്കുന്നത്. അതിൽ ഈ പറയാൻ പോകുന്നത് ബൈ ടു സെൽ സോണ്, അതുപോലെ സെൽ ടു ബൈ സോണ്. ഈ ഒരു 2 സോണിനെ കുറിച്ച് മുന്നത്തെ ഓർഡർ ബ്ലോക്കിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈ ടു സെൽ സോണ്. അതുപോലെ തന്നെ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ല് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽ ടു ബൈ സോൺ. ഈ ഒരു 2 സോണിനെയും മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു സോൺ എന്ന് പറയുന്നത് സപ്ലൈ സോണാണ്, അതുപോലെ തന്നെ ഡിമാൻഡ് സോണാണ്, പിന്നെ ഓർഡർ ബ്ലോക്ക് സോണാണ്. സോ നമുക്ക് ഈ ഒരു 3 കാര്യത്തെക്കുറിച്ച് നോക്കാം. സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു പ്രൈസിന് വരുന്ന ഡിമാൻഡും അതിൻ്റെ അവൈലബിലിറ്റിയുമാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഡിമാൻഡ് എന്നുള്ള ഒരു വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാവും
സോ അതായത് ആ ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ നമുക്കൊരു എക്സാമ്പിൾ തന്നെ ഞാൻ കാണിച്ചു തരാം. അതായത് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരു പ്രോഡക്റ്റ്, അതായത് ഞാൻ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ കയ്യിൽ എന്തുണ്ട്, ഒരു 10 പ്രോഡക്റ്റ് എന്താണ് അവൈലബിൾ ആണ്. ആ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു 100 ആൾ എന്താണ് വെയിറ്റിങ്ങിലാണ്, അതായത് ബൈ ചെയ്യാൻ 100 ആൾ വെയിറ്റിങ്ങിലാണ് എന്നർത്ഥം. എൻ്റെ കയ്യിൽ 10 പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനുണ്ട്. സോ ഇവിടെ അപ്പുറത്ത് എന്തുണ്ട്, 100 ആളുകൾ അതിനെ ബൈ ചെയ്യാനുണ്ട്. ഇങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് 100 ആളുകൾ ബൈ ചെയ്യാനുമുണ്ട്, അതുപോലെ തന്നെ 10 പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഓൾറെഡി സെല്ല് ചെയ്യുന്ന വ്യക്തി എന്ത് ചെയ്യും, ഇതിൻ്റെ ഈ ഒരു പ്രൈസ് എന്ത് ചെയ്യും, വില കൂട്ടി വിൽക്കാനാണ് ശ്രമിക്കുക. കാരണം എന്തുകൊണ്ടാണ്, 100 ആളുകൾ ഇവിടെ വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എത്ര രൂപക്ക് വേണമെങ്കിലും എന്ത് ചെയ്യും, ഈ ഒരു പ്രോഡക്റ്റിനെ വില കൊടുത്ത് വാങ്ങും. സോ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെല്ല് ചെയ്യുന്ന വ്യക്തി, അതായത് എനിക്ക് ഈ ഒരു 10 പ്രോഡക്റ്റ് ആണ് എൻ്റെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഡിമാൻഡ് ചെയ്തിട്ട് സെല്ല് ചെയ്യാൻ പറ്റും. സോ അവിടെ ബൈ ചെയ്യുന്ന ആൾക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. കാരണം എന്തുകൊണ്ടാണ്, ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുണ്ടെങ്കിൽ മറ്റൊരാൾ എന്ത് ചെയ്യും, അത് വാങ്ങിയിട്ട് പോകും. സോ അപ്പോൾ ഇവിടെ സെൽ ചെയ്യുന്ന വ്യക്തിയാണ് ഇവിടെ ഡിമാൻഡ് വെക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള പ്രൈസിനാണ് എന്ത് ചെയ്യുന്നത്, അത് സെല്ല് ചെയ്യുന്നത്. അപ്പം എന്താണ് ചെയ്യുക, ഈ ഒരു പ്രൈസ്, അതായത് ഈ ഒരു 10 ക്വാണ്ടിറ്റിയുടെ പ്രൈസ് എന്താവും, അത് ഇൻക്രീസ് ആവും. അതായത് ഒരു ഡിമാൻഡ് സോണിൽ എപ്പോഴും എന്താണ്, പ്രൈസ് മുകളിലോട്ടാണ് പോകുന്നത്. സോ പ്രൈസ് എന്ത് ചെയ്യും, ഒരു അപ് ട്രെൻഡ് ആയിട്ട് മുകളിലോട്ട് പോകും. ഇനി സപ്ലൈ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മതി. എൻ്റെ കയ്യിലൊരു 100 പ്രോഡക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ വേണ്ടിയിട്ട്, അതായത് അത് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് 10 ആളെ ഇവിടെ ഉള്ളൂ എന്ന് വിചാരിക്കും. സോ ഈ ഒരു ബൈ ചെയ്യുന്ന ആളുകൾ എന്താ ചെയ്യുക, ഇവിടെ 100 പ്രോഡക്റ്റ് ഓൾറെഡി ഉണ്ട്, 10 ആളെ വാങ്ങാനുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ അവർ എന്ത് വില കൊടുത്തിട്ടും ആ ഒരു പ്രോഡക്റ്റിനെ വാങ്ങാൻ നോക്കുമോ, ഇല്ല. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ 9 ആൾ വാങ്ങിപ്പോയാലും 10ാമത്തെ ഒരാൾക്ക് എന്തുണ്ട്, ഇവിടെ വാങ്ങാനുള്ള പ്രോഡക്റ്റ് അവൈലബിലിറ്റി ഇവിടെയുണ്ട്. സോ അപ്പം എന്ത് ചെയ്യും, ഈ ഒരു 100 പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഞാൻ എന്താ ചെയ്യുക, ഇത്രയും പ്രോഡക്റ്റ് എനിക്ക് വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ, അതായത് സെല്ല് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റൈറ്റ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, അതായത് കുറയ്ക്കും. ഇതിൻ്റെ റൈറ്റ് കുറച്ച് കഴിഞ്ഞാലാണ് എന്താവുള്ളൂ, ഇവിടെ ബൈ ഡിമാൻഡ് ഇല്ലാതെ ബൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. സപ്ലൈ കൂടുതലാണ്, അതുപോലെ തന്നെ എന്താണ്, ഡിമാൻഡ് കുറവാണ്. സോ അപ്പോൾ എന്താ സംഭവിക്കുക, മാർക്കറ്റ് എന്താവും, നേരെ ഡൗൺ ട്രെൻഡിലോട്ട്, അതായത് ഒരു 100 രൂപയുടെ ഒരു പ്രോഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് 90, 80, 70, 60 രൂപക്ക് പോലും എന്താണ് ഇവിടെ, അതായത് ബൈ ചെയ്യുന്ന വ്യക്തി പറയുന്ന ആ ഒരു പ്രൈസിന് എന്ത് ചെയ്യേണ്ടി വരും, സെല്ല് ചെയ്യുന്ന വ്യക്തി കൊടുക്കേണ്ടി വരും. സോ അപ്പോഴാണ് ഇവിടെ ഒരു സപ്ലൈ സോൺ എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്ത് മനസ്സിലാക്കണം, ഡിമാൻഡ് സോണിൽ എപ്പോഴും പ്രൈസ് ഇൻക്രീസ് ആകും. കാരണം എന്തുകൊണ്ടാണ്, സപ്ലൈ കുറവും അതിൻ്റെ ഡിമാൻഡ് കൂടുതലും ആയതുകൊണ്ട് തന്നെയാണ്. ഡിമാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സപ്ലൈ സോണിൽ വരുന്നത്. കാരണം അതുകൊണ്ട് അതിൻ്റെ സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് എപ്പോഴും താഴേക്കായിരിക്കും, പ്രൈസ് എപ്പോഴും കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ ഇതാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോണിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഓർഡർ ബ്ലോക്ക് സോണാണ്. ഓർഡർ ബ്ലോക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കുറച്ച് ഓർഡറുകൾ ചേർന്നിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ പഠിച്ച 5 സോണുകൾ ഏതൊക്കെയാണെന്നുള്ളത്, സപ്ലൈ സോണ്, ഡിമാൻഡ് സോണ്, ഓർഡർ ബ്ലോക്ക് സോണ്, അതുപോലെ ബൈ ടു സെൽ, സെൽ ടു ബൈ സോൺ, ഇത്രയും സോണുകളാണുള്ളത്. സോ നമുക്ക് മാർക്കറ്റിൽ ഇത് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സോണുകളെ മാർക്കറ്റിൽ എവിടെ നോക്കിയാലും സോണുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സോൺ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, മാർക്കറ്റിൽ എപ്പോഴും ഒരു റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇതൊരു സോണായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ടായി, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അവിടെ നിന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു. അതായത് ഒരു അപ്പ് ട്രെൻഡിലോട്ട് പോകുന്ന മാർക്കറ്റ് എന്ത് ചെയ്തു, പെട്ടെന്ന് ഒരു ഡൗൺ ട്രെൻഡായി. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സോണായിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്, ഒരു അപ്പ് ട്രെൻഡിലോട്ട് പോകുന്ന മാർക്കറ്റ് പെട്ടെന്ന് എന്ത് ചെയ്തു, അത് ഡൗൺ ട്രെൻഡായിട്ട് മാറി. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു സോണായിട്ട് നമുക്ക് എടുക്കാം, ഇവിടെ ഒരു സോണായിട്ട് നമുക്ക് എടുക്കാം. അതായത് എവിടെയൊക്കെ നിന്നാണ് ഇതൊരു റിജക്ഷൻ സംഭവിച്ചിട്ടുള്ളത് അതൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൈസ് ഏരിയ, ഒരു പ്രൈസ് പോയിന്റ് ആണ്. ഈ ഒരു പ്രൈസ് പോയിന്റിനെയാണ് നമ്മൾ സോണായിട്ട് എടുക്കുന്നത്. ഇതൊരു സോണായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്, ഈ ഒരു ഡൗൺ ട്രെൻഡ് പെട്ടെന്ന് എന്തായി, ഒരു അപ്പ് ട്രെൻഡിലോട്ട് മാറി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോണുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓർഡർ ബ്ലോക്ക് എവിടെ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതായത് ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയ, അതേ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പോയിന്റിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ ഞാനിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ജസ്റ്റ് ആൻഡ് ട്രേഡ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ ബ്ലോക്ക് കൂടെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
സോ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു മാർക്കറ്റ് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു അപ് ട്രെൻഡിലോട്ട് വന്നു, ഒരു ഡൗൺ ട്രെൻഡ് തന്നു, അവിടെ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്തു, പ്രൈസ് ഒന്ന് മൂവ് ചെയ്തു. അതായത് ഒരു ബുൾ മാർക്കറ്റിലോട്ട് മാർക്കറ്റ് മാറി. സോ ഇവിടെ കണ്ടോ ഒരു ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നു. ഈ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ ഏരിയ, അതായത് ഈ ഒരു അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ എപ്പോഴും ഒരു ബൈ ക്യാൻഡിൽസ് ആകും, അതായത് ഒരു ഗ്രീൻ ക്യാൻഡിൽസ് ആകും അവിടെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കുന്നത്. പക്ഷെ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ ഓർഡർ ബ്ലോക്കിൻ്റെതായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കാണിച്ചു തരാം. സോ നമുക്ക് ഇപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഒരു ബുൾ മാർക്കറ്റിൽ എപ്പോഴും അതിൻ്റെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് വരുന്നത് എന്താണ്, ഒരു ഗ്രീൻ ക്യാൻഡിൽ, അതായത് ഒരു ബൈയിങ് ക്യാൻഡിലായിട്ട് മാറും. മാർക്കറ്റിൽ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ നോക്കിയാൽ ഈ ഒരു ഓർഡർ ബ്ലോക്കുകൾ കാണാൻ പറ്റും. സോ ഇവിടെ കണ്ട ഒരു മാർക്കറ്റിൽ അപ്പ് ട്രെൻഡിലോട്ട് പോയി, പിന്നെ ഇവിടെ നിന്ന് ഇത് പെട്ടെന്ന് ഒരു ഡൗൺ ട്രെൻഡ് തന്നു, അതായത് ശക്തമായിട്ടുള്ള ഒരു ബേറിഷ് ക്യാൻഡിൽ നമുക്ക് ഇവിടെ കിട്ടി. സോ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ കൺഫേം ഓർഡർ ബ്ലോക്ക് ഒക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ഉണ്ടോ ഒരു ബേറിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽസ് തന്നു, ശക്തമായിട്ട് എന്തൊരു മാർക്കറ്റ് താഴേക്ക് പോയി. സോ അപ്പോൾ ഇങ്ങനെയാണ് ഓർഡർ ബ്ലോക്കുകൾ നമ്മൾ മാർക്കറ്റിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോണുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് ഒരു ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ എൻട്രി ചെയ്യുന്ന ഒരു സ്പോട്ട് എന്നൊക്കെ പറയാൻ പറ്റും. സോ ഈ ഒരു മാർക്കറ്റ് നേരെ ഇങ്ങനെ ഒരു പോകുന്ന ആ ഒരു സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ എൻട്രി എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത്, അവിടെ ബുള്ളിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബേറിഷ് ആയിട്ടുള്ള ഉള്ള ഒരു വലിയ ക്യാൻഡിൽസുകളെ നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങനെ കാണുന്ന ആ ഒരു സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ എൻട്രി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. 100% ഉറപ്പിക്കാൻ പറ്റുകയില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ഏരിയകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണൊക്കെ ആക്കി കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റും, പക്ഷേ ഇതിനൊരു സപ്ലൈ സോണായിട്ട് നമുക്ക് ഒരു ഡിമാൻഡ് സോണായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കണ്ടില്ലേ, ഇവിടെ ഒരു ശക്തമായിട്ടുള്ള ഒരു ബൈയിങ് ക്യാൻഡിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുന്ന സ്ഥലത്താണ് എന്തായിട്ട് നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണുകളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഡിമാൻഡ് സോണായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഒരു ശക്തമായിട്ടുള്ള ഒരു ബൈയിങ് ക്യാൻഡിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലുണ്ടോ ഒരു ശക്തമായിട്ടുള്ള ഒരു ബൈയിങ് ക്യാൻഡിൽസ് ഇവിടെ നമുക്ക് വീണ്ടും കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിമാൻഡ് സോണായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അപ് ട്രെൻഡിൽ അതായത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ, ശക്തമായിട്ടൊരു ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഡിമാൻഡ് സോണായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം അവിടെ നിന്ന് മാർക്കറ്റ് എന്താണ്, ഒരു അപ് ട്രെൻഡാണ് നമുക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ശക്തമായിട്ടുള്ള ഒരു ബേറിഷ് ക്യാൻഡിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഒരു സപ്ലൈ സോണായിട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇവിടെ ഒരു പെട്ടെന്നുണ്ടോ മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോകുന്ന മാർക്കറ്റ് പെട്ടെന്ന് എന്ത് ചെയ്തു, വലിയൊരു ക്യാൻഡിൽസ്, അതായത് ഒരു ശക്തമായിട്ടുള്ള ഒരു ബേറിഷ് ക്യാൻഡിൽസ് നമുക്ക് തന്നു. സോ ഇതൊരു സപ്ലൈ സോണായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സപ്ലൈ സോണിൽ പോയി മാർക്കറ്റ് എന്താണ്, ഒരു ഡൗൺ ട്രെൻഡാണ് നമുക്ക് എന്ത് ചെയ്യുക, കാണിച്ചു തരിക. മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ ഒരു ഡൗൺ ട്രെൻഡ് തന്നെ നമുക്ക് കാണിച്ചു തന്നു. സോ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സോണുകളെ പല രീതിയിലും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് സോണുകൾ എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ മാർക്കറ്റിൽ എങ്ങനെ അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ സപ്ലൈ ആൻഡ് ഡിമാൻഡിന് നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അതുപോലെ ഓർഡർ ബ്ലോക്കിന് മറ്റൊരു വീഡിയോ ആയിട്ട് കൺഫേം ആയിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ എങ്ങനെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം, എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻസുകൾ ട്രേഡുകൾ എടുക്കാം, എൻട്രി ചെയ്യാം എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചർച്ച ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ വീണ്ടും അടുത്ത നല്ലൊരു ഡിസ്മൈറ്റ് കാണാം.